നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എല്ലാ ആഴ്ചയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നല്ല സപ്പോർട്ട് റീജിയൻസ്, നല്ല റെസിസ്റ്റൻസ് റീജിയൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. അപ്പം നമ്മുടെ നിഫ്റ്റി 50 എന്ന ഇൻഡെക്സ്, അതായത് NSEയുടെ ഇൻഡെക്സ് മൂവ് ചെയ്യുന്നതിൻ്റെ ഡയറക്ഷൻ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ നമുക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് സ്റ്റോക്കിലാണേലും മ്യൂച്വൽ ഫണ്ടിലാണേലും കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നല്ല സ്വിംഗ് ട്രേഡിംഗ് എൻട്രീസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻട്രാഡേ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഏതൊരു ഡയറക്ഷനിലേക്ക് പോകാനാണ് കൂടുതൽ ചാൻസ് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡിങ് ചെയ്യാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ, അതും ഒരു പാർട്ട് ടൈമായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഒരു തുടക്കക്കാരന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഒരു പ്ലേലിസ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. അവിടെ പോയി കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ട്യൂട്ടോറിയൽ വീഡിയോസും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു അവസരം നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കുക. അപ്പം നമ്മൾ ആദ്യമേ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഒരു കാര്യം കൂടെ, നമ്മൾ ആദ്യമേ വലിയ ടൈം ഫ്രെയിമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നിഫ്റ്റിയുടെ. അതിനുശേഷം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരും. ആദ്യമേ മന്ത്ലിയിൽ, അതിനുശേഷം വീക്ക്ലിയിൽ. അപ്പോൾ നമുക്ക് മന്ത്ലി ചാർട്ടിൽ ഈ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ നമ്മുടെ ജനുവരി മാസത്തെ ക്യാൻഡിലാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ഇതുവരെ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ആ ക്യാൻഡിലിൽ നിന്ന് ഒരു ചെറിയ ബിയറിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ബോഡി ഒരു റെഡ് ബോഡിയാണ്, പക്ഷേ വലിയൊരു ബിയറിഷ്നെസ് ഒന്നുമല്ല ജനുവരിയിൽ. കാരണം അതിന് മുകളിലേക്കും ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, താഴെയായിട്ടും ഒരു ബ്രിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ചെറിയൊരു ബിയറിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ബിയറിഷ്നെസ് ഇതിന് മുമ്പത്തെ ഡിസംബർ മന്തിലെ ബിയറിഷ്നെസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇതുവരെ കാണാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ലെവല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മാർക്കറ്റ് ഇങ്ങനെ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റം തന്നു, അതിനുശേഷം താഴോട്ട് വന്നു. അപ്പോൾ ഈ താഴോട്ട് വരുന്ന സമയത്ത് ഈ ഒരു റേഞ്ചിന്, അതായത് ഇവിടെ നിന്ന് പോയിട്ട് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പം ആ ഒരു ഹൈക്ക് മുകളിൽ ആണ് ഇപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് താഴെ നമുക്ക് ഒരു താഴോട്ടൊരു ക്ലോസിംഗ് ഒക്കെ നമുക്ക് മന്ത്ലിയിൽ തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീക്കിലിയിലാണെങ്കിലും തന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒരു ട്രെൻഡ് ഡൗൺ സൈഡിലേക്ക് ആകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം ഇതുവരെ അത് താഴോട്ട് വന്നിട്ടില്ല. അപ്പോൾ താഴോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒരുപക്ഷെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലെവല് ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും താഴോട്ട് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ലോങ് ടൈം വ്യൂവിൽ നമ്മൾ ഈ ഒരു വലിയ ഡിസംബർ മാസത്തെ ക്യാൻഡിൽ കാണാൻ സാധിക്കുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ജനുവരി മാസം ഇതുവരെയും കാണാൻ സാധിച്ചിട്ടും ഉണ്ട്. അപ്പം ലോങ് ടൈം വ്യൂവിൽ നമുക്കൊരു ചെറിയൊരു ബിയറിഷ്നെസ് തന്നെയാണ് നമ്മുടെ മുമ്പിലേക്കുള്ളത്. ഇനി അതിന് കൺഫർമേഷൻ വേണം. അപ്പോൾ അതിന് കൺഫർമേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ വീക്കിലി ക്യാൻഡിലേക്ക് വരണം. കൃത്യമായിട്ടുള്ള ലെവൽസ് കുറച്ചും കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു ലെവല് നമ്മൾ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു ട്രെൻഡ് ലൈൻ. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിന് താഴെയാണ് ഇപ്പോഴും ട്രേഡ് ചെയ്തിരിക്കുന്നത്. അത് ബ്രേക്ക് ഡൗൺ ചെയ്തിരുന്നു കുറച്ച് വീക്കുകൾക്ക് മുമ്പായിട്ട്. അപ്പം അതിന് താഴെയാണ് ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ താഴെ ട്രേഡ് ചെയ്യുമ്പം അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കറക്ഷൻ ഉണ്ടായി, അതിനുശേഷം ഇങ്ങനെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുവാണ്. അപ്പം ഈ ഒരു രണ്ട് റേഞ്ചിനുള്ളിലാണ് ഇപ്പം മാർക്കറ്റ് ഒരു കുറേ ദിവസങ്ങളായിട്ട്, ഏതാനും വീക്കുകളായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു റേഞ്ചിന് പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. ഈ ഒരു റേഞ്ച് താഴോട്ട് ബ്രേക്ക് ഡൗൺ തന്നു കഴിഞ്ഞാൽ താഴോട്ടാണ് നമ്മൾ കൂടുതലായിട്ടും നെക്സ്റ്റ് ലെവൽസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അതല്ല മുകളിലേക്കാണ് ബ്രേക്ക് ഔട്ട് തരുന്നതെങ്കിൽ നമ്മൾ മുകളിലേക്കാണ് കൂടുതലായിട്ട് ലെവൽസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അപ്പം ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലാസ്റ്റ് വീക്കിലെ ഈ ഒരു ക്യാൻഡിലിനും അതൊരു മുകളിലേക്കും കുറേ പോയി മാർക്കറ്റ് താഴോട്ടും വന്നു. അതിനുശേഷം ആ ഒരു ഓപ്പൺ ചെയ്ത റീജിയനിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസിങ് തന്നത്. ഏകദേശം ഒരു ചെറിയൊരു റെഡ് ഒരു ബിയറിഷ്നെസ് ആ ഒരു ക്യാൻഡിലും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ബിയറിഷ്നെസ് ആണ് ഇനി മുമ്പോട്ട് വരാനുള്ള പോസിബിലിറ്റി എങ്കിൽ, അതായത് ഈ ഒരു റീജിയൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 17,800 എന്ന റീജിയൻ ബ്രേക്ക് ഡൗൺ തന്ന് ഒരു ഡെയിലി ക്യാൻഡിലാണെങ്കിലും നമുക്ക് ക്ലോസിങ് തന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 17,800 എന്ന റീജിയണിന് താഴെ ഒരു ഡെയിലി ക്യാൻഡിലാണെങ്കിലും ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ താഴോട്ടുള്ള ലെവൽസ് വരാം. താഴോട്ടുള്ള ഇമ്പോർട്ടൻ്റ് ലെവൽ ഞാൻ പറയാം, അത് 16,800 എന്ന റീജിയനാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ.
അപ്പം ഇതിന് മുകളിലും ചെറിയ സപ്പോർട്ട് റീജിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ അത് ഒരുപക്ഷെ ആ ഒരു സപ്പോർട്ടിൽ നിന്നേക്കണമെന്നില്ല. അപ്പം ഇതിനു മുമ്പിൽ ഈ ഒരു റീജിയനിലൊക്കെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ 16,800 എന്ന റീജിയൻ നമ്മുടെ ചാർട്ടിൽ ക്ലിയർ ആയിട്ട് പ്രീവിയസ് ഡേറ്റ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് തവണ റെസിസ്റ്റൻസും സപ്പോർട്ടൊക്കെ ആയിട്ട് ആക്ട് ചെയ്ത റീജിയനാണ്. അപ്പം ഒരുപക്ഷെ 16,800 എന്നതൊരു വളരെ വലിയൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം നമുക്ക് മനസ്സിലായി 17,800 എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് താഴെ ഒരു ഡെയിലിയിലാണെങ്കിലും ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ, അതല്ല വീക്ക്ലിയിലാണ് ക്ലോസിങ് വരുന്നതെങ്കിൽ കുറച്ചും കൂടെ കൺഫർമേഷനാണ് നെക്സ്റ്റ് ലെവലിന് വേണ്ടി. അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഒരു ലെവല് അതായത് 18,300 എന്ന റീജിയൻ, അതായത് കഴിഞ്ഞ വീക്കിലെയും കഴിഞ്ഞതിന് മുമ്പത്തെ വീക്കിലെയും അതിന് മുമ്പത്തെ വീക്കിലെയും ക്യാൻഡിൽസിൻ്റെ ഹൈക്ക് മുകളിൽ നമുക്കൊരു ഡെയിലിയിലാണെങ്കിലും ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ, ഏറ്റവും നല്ലത് വീക്കിലിയിലാണ്. അപ്പോൾ വീക്കിലിയിലാണെങ്കിലും ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുകളിലേക്കുള്ള ലെവൽസ് എക്സ്പെക്റ്റ് ചെയ്യണം. മുകളിലേക്കുള്ള ലെവൽ എത്രയാണ്? 18,600 നമുക്ക് അതിന് മുകളിലുള്ള റെസിസ്റ്റൻസ്. മാർക്കറ്റിൻ്റെ പ്രീവിയസ് ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 18,600. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു, അത് 18,900 അടുത്താണ്. അത് അതിന് മുകളിലുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. അപ്പം ഒരു കാര്യം ഓർത്തിരിക്കുക, മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിൽക്കുമ്പോഴത്തേനും കൂടുതലായിട്ടുള്ള ഡിസിഷൻസ് ഒന്നും നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല. മാർക്കറ്റ് മുകളിലേക്കോ ആ റേഞ്ചിന് പുറത്ത് വന്നേ പറ്റുള്ളൂ. ഒരുപക്ഷെ മുകളിലേക്കായിരിക്കാം പുറത്ത് വരുന്നത്, അല്ലെങ്കിൽ താഴോട്ടായിരിക്കാം പുറത്ത് വരുന്നത്. അപ്പോൾ താഴോട്ടാണ് വരുന്നതെങ്കിൽ കുറച്ചും കൂടെ ചിലപ്പോൾ നല്ലൊരു സ്പീഡായിട്ടുള്ള മൊമെൻറ്റം ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ടാണ് താഴോട്ടൊരു ബ്രേക്ക് ഡൗൺ ഒക്കെ തരുന്നതെങ്കിൽ ഒരു പക്ഷേ നല്ല സ്പീഡിൽ താഴോട്ടുള്ള വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം ചാർട്ടിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ അറിഞ്ഞിരിക്കുക കാര്യങ്ങൾ. എന്നാണോ ബ്രേക്ക് ഡൗൺ തരുന്നത് അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് ഒരു ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ലെവല് നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ അവർ മനസ്സിലാക്കണം, ആ ഒരു ദിവസം നമ്മൾ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു മാർക്കറ്റ് ഒരു ലെവലിന് ഒരു ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത സപ്പോർട്ട് വരെ വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ആ സ്റ്റോക്കിലും, അതായത് ഇന്ത്യൻ മാർക്കറ്റ് താഴോട്ടാണ് പോരുന്നതെങ്കിൽ ഏകദേശം സ്റ്റോക്കുകളൊക്കെ താഴോട്ട് പോരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല വാല്യുവേഷനിൽ കിട്ടും, നല്ല ക്വാളിറ്റി സ്റ്റോക്സ്. അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു താഴോട്ട് വരുന്ന ഒരു സിറ്റുവേഷൻസിൽ സ്വിംഗ് ട്രേഡിങ്ങിൽ നിന്ന് സ്റ്റോക്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ അവർ മാറി നിൽക്കുക. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഒരു സപ്പോർട്ട് റീജിയനിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് റിക്കവർ ചെയ്ത് മുകളിലേക്ക് പോകുന്ന സിറ്റുവേഷൻസിൽ വീണ്ടും സ്വിംഗ് ട്രേഡിങ്ങിലും ഇൻവെസ്റ്റ്മെൻറ്റിലും ഒക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്യാപിറ്റൽ ആഡ് ചെയ്ത് എൻട്രീസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്വിംഗ് ട്രേഡിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു കംപ്ലീറ്റ് ഒരു വീഡിയോ, ഒപ്പം ഒരു ടെലിഗ്രാം ചാനൽ, ഇത് രണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനും നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ലഭിക്കും, ലൈവായിട്ടുള്ള നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിംഗ് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി. അതും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓപ്ഷൻ സെല്ലിങ്ങിലൂടെ 1,00,000 രൂപയിൽ നിന്ന് 1 കോടി രൂപയിലേക്ക് എത്തിച്ചേരാനുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ, ഒരു കംപ്ലീറ്റ് ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ഒരു സ്ട്രാറ്റജി, അത് തിയറിറ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും വളരെ നിസ്സാരമായിട്ടുള്ള എമൗണ്ടിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. താല്പര്യമുണ്ടെങ്കിൽ വന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്കൊരു ലൈഫ് ചേഞ്ചിങ് ജേണി ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കുറേ വീക്കുകളായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഡിസിഷൻസാണ്. ഇപ്പോൾ കുറേ പേരൊക്കെ വന്ന് ജസ്റ്റ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വന്ന് ലിങ്കിൽ ക്ലിക്ക് ചെയ്യും, ജസ്റ്റ് വരും. ഇപ്പം ജസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ചെയ്യണോ വേണ്ടോ എന്നൊരു കൺഫ്യൂഷനിലാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ളവർ ഇങ്ങനെയുള്ള കാര്യത്തിന് നിൽക്കരുത്. ഒരു കാര്യം ചെയ്യണമെന്ന് താല്പര്യത്തോടെയാണ് വരുന്നതെങ്കിൽ ക്ലിയറായിട്ട് വരിക, ക്ലിയറായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് കംഫോർട്ടാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രീസ് എടുത്ത് മുമ്പോട്ട് പോകാം. അത് കംഫോർട്ട്നെസ് കൂടി വരുന്നതനുസരിച്ച് പതിയെ ക്യാപിറ്റൽ ആഡ് ചെയ്ത് ഒരു ലോങ് ടൈമിലേക്ക് പോകുമ്പോൾ നല്ലൊരു ഗ്രോത്ത് ആ ഒരു ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജിയിലൊക്കെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുമല്ല, ഒരു ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ആർക്കാണെങ്കിലും, അതായത് നമ്മൾ എല്ലാ ദിവസവും ഒന്നും ഇരുന്ന് ട്രേഡ് ചെയ്യേണ്ട കാര്യമില്ല ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജിയുടെ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് എൻട്രീസിന്. ജസ്റ്റ് പാർട്ട് ടൈമായിട്ട് ഒരു 1 or 2 ഒരു ജസ്റ്റ് എൻട്രീസാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. അത് വീക്കിൽ ഒരു എൻട്രി ഒക്കെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക, അതിനുശേഷം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു എൻട്രി എടുക്കുക. അടുത്ത ദിവസം നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്നു, എക്സിറ്റ് ആവുന്നു. പിന്നെ ഒരാഴ്ചത്തേക്ക് നമ്മൾ ഒരു ട്രേഡ്സും ചെയ്യുന്നില്ല. അപ്പം അത്രയും നല്ലൊരു മെത്തേഡാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എന്താണ് കാര്യം എന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു ബെനിഫിറ്റ് കിട്ടും എന്ന് ഞാൻ പറയുന്നു. നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ ജോയിൻ ചെയ്ത് മുമ്പോട്ട് പോകുന്നവരാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ
നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോസ്റ്റിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി വളരെ ലോ കോസ്റ്റിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം ഇങ്ങനെയുള്ള കോഴ്സസിൻ്റെ റേറ്റ്. അപ്പം വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി, വളരെ കംഫോർട്ടായിട്ടുള്ള ഫീസിൽ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പം എല്ലാവർക്കും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണം. അപ്പം ഇങ്ങനെയുള്ള നല്ല സ്ട്രാറ്റജീസ് ഒരു ചെറിയ ഫീസിലൊക്കെ കാണുമ്പോഴത്തേനും അതിനെ നിസ്സാരമായിട്ട് എടുക്കാതെ വന്ന് പഠിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണം ചെയ്യും. അപ്പം ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പം ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നതിന് വരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം ഒരിക്കൽ കൂടി ഗുഡ് ബൈ.